വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനാണെങ്കിലേ പിള്ളേരെ വിളിക്കാൻ വേണ്ടി പോകാൻ നിൽക്കാം. ഇവിടെ നിന്ന് അംഗനവാടി ഇരുന്നു. അപ്പം നമുക്ക് അംഗനവാടി പോകുന്നൊരു ബ്ലോഗ് ആവാമെന്ന് വിചാരിച്ചുട്ട് ഇന്നത്തെ രാവിലെ കൊണ്ടുവിടുന്നത് ഞാൻ എടുത്തില്ല. വിളിക്കാൻ പോകുന്നത് എടുക്കാം. സമയം ഇപ്പോൾ 2:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പതുക്കെ നടന്ന് ചെല്ലുമ്പോഴത്തേന് 2:45 ഒക്കെ കഴിയും. ആരുമില്ല, അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ. പിള്ളേർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അംഗനവാടിയിൽ, വേറെ ആരും വരുന്നില്ല. ഇപ്പോൾ നമ്മൾ വെക്കേഷൻ പിന്നെ മഴ, ടീച്ചറിങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നോണ്ടാണ് കേട്ടോ ഞാൻ വിട്ടത്. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഇനി അടുത്ത സ്കൂൾ ഓപ്പണിങ്ങിന് അവളെയും സ്കൂളിൽ വിടുമല്ലേ. അപ്പം പിന്നെ ഇനി സ്കൂളൊക്കെ തുറന്നിട്ട് അവനെ വിടാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ ടീച്ചർ ഇങ്ങനെ വിളിച്ച് എല്ലാ ദിവസവും വിളിക്കുന്നതുകൊണ്ടും ഇന്നലെ മിനിഞ്ഞാന്ന് ഞങ്ങൾ റെഡി ആയതാണ്. പക്ഷെ അപ്പോഴത്തേനും മഴ ചച്ചു. രാവിലെ ഒരുങ്ങിയൊക്കെ ഇറങ്ങി നിന്നപ്പോഴത്തേനും മഴ പെയ്തു. അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നും പോയില്ല. പിന്നെ ജസ്റ്റ് ഇതെങ്കിലും വിട്ടേക്ക് എന്ന് രാവിലെ നോക്കിയപ്പോൾ മഴയില്ല. രാവിലെ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും മഴ അങ്ങ് തോന്നും കേട്ടോ. മഴയില്ലായിരുന്നു. അപ്പം ഇപ്പം ഒന്ന് വെയിലായി നിൽക്കുകയാണ്. അപ്പം ഞാൻ പോയിട്ട് പിള്ളേരെ വിളിച്ചോണ്ട് വരട്ടെ മഴയത്തിന് മുമ്പ്. ഓക്കെ, വായോ, നിങ്ങളും വായോ. ഞാൻ നടക്കാനുണ്ട് കേട്ടോ. നടന്നു പോകുന്ന ആലോചിക്കുമ്പോൾ മടിയാണ് ശരിക്കും പറഞ്ഞാൽ. കുടയും കണ്ടിട്ടേക്കാം. മഴയല്ല, വെയിലുണ്ട്. അതിൻ്റെ കൂടെ ഫാൻ ഓഫാക്കിയിട്ടില്ല. ഫാൻ ഓഫാക്കാതെ അങ്ങ് ഇറങ്ങാം. ഒരു 1/2 മണിക്കൂർ കിടന്ന് കറങ്ങും ആളില്ലാതെ. അപ്പം ഞാൻ കഥയൊക്കെ പോട്ടെ. ഞാൻ ഇറങ്ങി കേട്ടോ. ഇങ്ങോട്ട് ഇറങ്ങി. ഇവിടെ ഇപ്പോൾ ഒന്ന് വെയിൽ തോന്നിട്ട് മഴക്കോളായിരുന്നു. ഇറങ്ങുമ്പം വെയിലാണ്. ഇറങ്ങുമ്പം വെയിലായിരുന്നു, പക്ഷെ ഇപ്പം മഴക്കോളാണ്. വീണ്ടും വെയിലായി. റോഡിൽ കൂടെ വീഡിയോ എടുത്ത് പോകാൻ കുറച്ച് മടിയുള്ളതുകൊണ്ട് എന്താ പോലെ ചമ്മൽ ശരിയല്ല കേട്ടോ. റോഡിലൊന്നും കുറേ പട്ടികളില്ലാതെ. ഭയങ്കര വെയിലും ഉണ്ടോ, ഭയങ്കര വെയിൽ. ഞാൻ ഇറങ്ങിയ സമയത്തൊരു മഴക്കോള് പോലെ വന്നില്ലായിരുന്നോ? ഒരു വരവന്നേ ഉള്ളൂ. ഭയങ്കര വെയിൽ. പക്ഷെ വെയിൽ തോരം നോക്കിയിട്ട് നിൽക്കാൻ പറ്റില്ല. മഴ പെയ്താലോ. അങ്ങോട്ട് പോകുന്നതൊരു ടാസ്കല്ല, പക്ഷെ തിരിച്ച് വരുന്നതാണ് ഒരു വലിയ ടാസ്ക്. 2 പേരും കൊണ്ട് വന്നാൽ ഞാൻ 4 തവണ ഞാൻ ഒറ്റയ്ക്ക് പോയൊരു ഫീലാണ്. എന്തായാലും പോയി കൂട്ടിയിട്ട് വരാം. അവിടെ ചെന്നിട്ട് നോക്കട്ടെ. ഞാനാണെങ്കിൽ ആകെ 2-3 ദിവസമൊക്കെ അംഗനവാടി പോയിട്ടുള്ളൂ കുഞ്ഞിൽ. അതിനെ ഇവിടെ ഇപ്പം പോകുന്നുണ്ട്. ഇവരെ വിളിക്കാൻ ഇത്രയും ദൂരം, ഞങ്ങൾക്ക് ഇത്രയും ദൂരം പോലും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും ഞാൻ പോയിട്ടില്ല. ഞാനായിപ്പോൾ ഇത്രയും ദൂരം നടന്നിട്ട് വരുന്നേ. ഞങ്ങൾ ആശാമ്പള്ളിക്കൂടത്തില്ല കേട്ടോ പഠിച്ചേ. അങ്ങനെ ഇവിടെ ഒരു ആശാമ്പള്ളിക്കൂടം ഉണ്ട്. പക്ഷേ അവിടെ വിടാമെന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷെ അംഗനവാടി ടീച്ചർ അവിടെ അക്ഷരം പഠിപ്പിക്കാനൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ അക്ഷരമൊന്നും അറിയത്തൊന്നുമില്ല, പഠിച്ചൊന്നുമില്ല അവൾ. നോക്കട്ടെ, എന്തായാലും അവിടെ ചെല്ലട്ടെ. എത്തി കേട്ടോ. അംഗനവാടി എത്താനായി. എന്തെടുക്കാന്നോ എന്തോ, ഇനി കാശ് ഉറക്കമാണോ എന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം എന്താ ചെയ്യുന്നതെന്ന്. 2 പേരും ടീച്ചർ മാത്രമേ ഉള്ളൂ. ടീച്ചർ അവർ 2 പേരും 3 പേര് മാത്രമേ ഉള്ളൂ. നോക്കട്ടെ എന്താ പരിപാടിയെന്ന്. കിടക്കുവാണോ? കാച്ചി മുട്ടായി വീട്ടിൽ വെച്ചിട്ടുണ്ട്. വരുന്നില്ലേ? കാശ് നടക്കും മോനെ. ഭയങ്കര വെയില. അതാ ഞങ്ങൾ ഇറങ്ങിയാളെ പോട്ടെ. 2 പേര് യൂണിഫോം ഡ്രസ്സിലാണ് ഇന്ന് ഇറങ്ങിയത്. തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് വെയിൽ കൊള്ളാതിരിക്കാൻ. പോട്ടെ എളുപ്പം പോട്ടെ. വെയിലാണ് കേട്ടോ. ഇത് വെയിലാന്നൊക്കെ. ഇടയ്ക്കൊന്ന് മഴക്കോള് വരുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ, വെയിൽ താഴ്ന്ന് നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മഴ പെയ്യും. നമുക്ക് പെട്ടെന്ന് അങ്ങ് വീട്ടിലോട്ട് പോകാം. അതായിരിക്കും നല്ലത്. സൈഡിൽ കൂടെ നടക്ക്, വണ്ടി വരും. കാശി കുഞ്ഞി, എൻ്റെ അമ്മ നോക്കുന്നുണ്ടോ നിന്നെ? എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യുവാണോ നോക്കുക. കണ്ടോ? ചെയ്യത്തില്ല, പറഞ്ഞ് തൊട്ട് നോക്കിക്കോ.
സാരമില്ല. നമുക്ക് കൈ കഴുകാം, സാരമില്ല. കുഞ്ഞിന് തൊടണോ? പച്ചുമ്പയാണോ നീ കൂയി കൂയി വിളിക്കുന്ന? ആശി വിളിച്ചേ. വീട്ടിലെത്തിട്ടോ. വീട്ടിലെത്തിയപ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത്. അന്ന് നിറയെ അപ്പുപ്പന്താടി ഉണ്ടോ? അപ്പുപ്പന്താടി ഊത്. നിറയെ ഉണ്ട് കേട്ടോ. ബാബാ ഇറങ്ങാ. ഞങ്ങളങ്ങനെ വീട്ടിലൊക്കെ എത്തി. ഇനി കുറച്ചു നേരം മുട്ടായി ബ്രേക്ക് എടുക്കണം. മുട്ടായി ബ്രേക്ക്. ഓക്കെ, ഞാൻ തരാം. പോപ്പിൻസ് ഞാൻ തരാം. അമ്മര് കാച്ച മോനെവരേ, എന്തൊരു മോനെവര്. ഉമ്മ വരുമോ? ഉമ്മയുണ്ടോ? ഇല്ല. ചുണ്ടരാ ഗുഡ് ബോയ്. ഞങ്ങൾ കുറച്ചു നേരം വിശ്രമിക്കട്ടെ, എന്നിട്ടാവാം ബാക്കി പരിപാടി. അങ്ങനെ ഞങ്ങളുടെ വിശ്രമമൊക്കെ കഴിഞ്ഞിട്ട് അവർ അവൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നിട്ട് അംഗനവാടിയിൽ നിന്ന് അവലൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. രണ്ടുപേരുടെ ഡ്രസ്സൊക്കെ ഒരു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കഴിച്ചുകൊണ്ട് അവരവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാനും ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ചിലപ്പോൾ ഉപ്പുമാവായിരിക്കും, ചിലപ്പോൾ അവലിരിക്കുന്നത്. ടീച്ചർ മാത്രം ഉള്ളതുകൊണ്ടാണ് ഈ അവലിൽ ഒതുക്കിയത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അവർക്ക് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ മിച്ചറാണ് എടുത്തിരിക്കുന്നത്. അപ്പം മിച്ചറും ചായയുടെ കുടിക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല, ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടാവത്തുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങളും കുടിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ആർക്ക് ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണാതെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സി യു.